ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ എളുപ്പ രീതിയിലുള്ള നിശേഷഹരണം. പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു സിലബസിൻ്റെ ഒരു ടോപ്പിക്കാണ് ഇത്. അതുപോലെ തന്നെ എല്ലാ മത്സര പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഏഴിൻ്റെ നിശേഷഹരണം, തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, അല്ലെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, ആ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ 8 കൊണ്ടുള്ളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ്? 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ നിശേഷഹരണം, അതാണ് ടോപ്പിക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് 2ൻ്റെ നോക്കാവേ. 2ൻ്റെ നിശേഷഹരണം എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയാമോ? സിമ്പിളാണ്. എങ്ങനെയാണ്? നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് എന്ന് വെച്ചോ. നമുക്കൊരു 682 എന്നൊരു സംഖ്യ തന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2ൻ്റെ നിശേഷഹരണമാണോ നോക്കിക്കോണം. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 1 അല്ലേ 0, അല്ലേ 2, അല്ലേ 4, ഇരട്ട സംഖ്യ അല്ലേ. ആദ്യത്തെ ഇരട്ട സംഖ്യകൾ 0, 2, 4, 6, 8 ഇവയായിരിക്കും. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. 644 ഒറ്റ നോട്ടത്തിൽ കിട്ടും. 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 0, 640 ഹരിക്കാൻ പറ്റും. അപ്പോൾ 0, 2, 4, 6, 8 തന്നിരിക്കുന്ന സംഖ്യയുടെ, ഇതാണ് അതിൻ്റെ നിയമം എന്ന് പറയുന്നത്. എന്താണ്? സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇവ വന്നാൽ അതിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 3 കൊണ്ടുള്ള നോക്കാം. 3 കൊണ്ടുള്ള നിശേഷഹരണം എങ്ങനെ? എക്സാമ്പിൾ 3 കൊണ്ടുള്ള നിശേഷഹരണത്തിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 612 എന്ന് പറഞ്ഞൊരു സംഖ്യ നമ്മളിങ്ങനെ എടുത്തെന്ന് വെച്ചു. 612 എന്ന സംഖ്യ. 3ൻ്റെ നിശേഷഹരണം എളുപ്പമാണ്. തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം ഒന്ന് കൂട്ടിയേക്കുക. 6, 1, 7, 7, 2, 9 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 9 കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരു സംഖ്യയുടെ, നമുക്കിപ്പം എക്സാമിന് ഒരു സംഖ്യ തന്നിരിക്കുന്നു, ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കും. 3 കൊണ്ടുള്ള നിശേഷഹരണം മനസ്സിലായോ? തന്നിരിക്കുന്ന സംഖ്യയെ നമ്മൾ കൂട്ടുക, അക്കങ്ങളുടെ തുക എടുക്കുക. അത് 1 അല്ലെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ അത് 3ൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, 3, 9, 12 അങ്ങനെ. അപ്പം ഓക്കെ ആണോ? എക്സാമ്പിൾ നോക്കിയേ. 312, 3, 2, 5, 1, 6 അല്ലേ. 3, 2, 5, 1, 6 3ൻ്റെ ഗുണിതമാണ് ആണല്ലോ. അപ്പോൾ ആ പോയിൻ്റ് അവിടെ ഓർത്തിരിക്കുക. അപ്പം ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക, തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ഓ 3ൻ്റെ ഗുണിതമോ ആയിരിക്കും. ഇനി 4 കൊണ്ടുള്ള നിശേഷഹരണം. 4 എങ്ങനെ എന്താ ചെയ്യേണ്ടത്? 4 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. 500 എന്ന് പറഞ്ഞൊരു അക്കമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 512 തന്നു, ഹരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ നിയമം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 2 അക്കം ഒന്നല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതമായിരിക്കും. 4 കൊണ്ടുള്ള നിശേഷഹരണം എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 2 അക്കം, ഒരെണ്ണമല്ല 2 അക്കം 0, പിന്നെ അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം എന്തായിരിക്കും? 4ൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ അല്ലേ? 4 കൊണ്ടുള്ള നിശേഷഹരണം എങ്ങനെയാണ്? തന്നിരിക്കുന്ന അക്കത്തിൻ്റെ അവസാനത്തെ 2 അക്കം ഒന്നല്ലേ 0 ആയിരിക്കും, അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതമായിരിക്കും. 3, 12 ഉണ്ടോ?
3 12. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. 5ൻ്റെ ഗുണിതം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. 5ൻ്റെ ഗുണിതം പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, എന്താ 5ൻ്റെ ഗുണിതം എങ്ങനെയാണ്? നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനം ഒന്നല്ലേ 0 ആയിരിക്കും, അല്ലേ 5 ആയിരിക്കും. 65 അല്ലേ 60, 70, 75. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനം ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 5 ആയിരിക്കും. ഓക്കെ ആണോ? 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു, 5 പഠിച്ചു. 4ൻ്റെ ഇവിടെ ഓർത്തിരിക്കുക, അവസാനത്തെ 2 അക്കം 0 അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതമോ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണ് 6 കൊണ്ടുള്ള നിശേഷഹരണം. 6 കൊണ്ടുള്ള നിശേഷഹരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ തരാം. നമ്മൾ നേരത്തെ തന്ന 612 ഇങ്ങ് എടുത്തു. നേരത്തെ തന്ന 612 ഇങ്ങ് എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. തന്നിരിക്കുന്ന ഇരട്ട സംഖ്യ ആണല്ലേ? ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 2, 4, 6, 8 അവസാനമായിരിക്കണം അല്ലേ? അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് 2 അവസാനം വന്നിരിക്കുന്നത് 2. തന്നിരിക്കുന്നത് നമുക്ക് ഇരട്ട സംഖ്യ ആയിരിക്കണം. തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കുകയും ചെയ്യണം. പിന്നെ എന്നാണ്? 3ൻ്റെ ഗുണിതവും ആയിരിക്കണം. 3ൻ്റെ ഗുണിതം കാണാൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചേ? 6 + 1 + 2. 6 2 8 1 9. 3ൻ്റെ ഗുണിതമാണല്ലോ. അപ്പം ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് 6 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. എന്താ നിയമം എന്ന് പറഞ്ഞത്? നിയമം എന്താണ്? ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്തായിരിക്കണം? ഇരട്ട സംഖ്യ ആയിരിക്കണം. കൂടാതെ 3ൻ്റെ ഗുണിതവും ആയിരിക്കണം. 3ൻ്റെ ഗുണിതം കാണാനുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ തുക എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമായിരിക്കണം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുവരെ ഉള്ളത് എളുപ്പമായിരുന്നു. ഇനിയുള്ളത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ നമ്മൾ പഠിക്കുന്നത്? ഇത് പ്രീവിയസ് ആണ്. 7ൻ്റെ നിശേഷഹരണം. തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കും PSC. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് എക്സാമ്പിളിലൂടെ ഞാൻ പറയാവേ. ഒരു സംഖ്യ നമ്മളിങ്ങ് എടുത്തു. 651 എന്ന് പറഞ്ഞൊരു സംഖ്യ ഞാനിങ്ങെടുത്തു. ഇതിൽ എന്നാ ചെയ്യണം? 7 കൊണ്ടുള്ള നിശേഷഹരണം ശ്രദ്ധിച്ചിരുന്നോണം. മനസ്സിലാവുമെന്നൊക്കെ തോന്നും. പിന്നെ നമുക്കത് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ വരും. അത് വരരുത് കേട്ടോ. അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി എടുക്കുക. അവസാനത്തെ അക്കം ഏതാണ്? 1. ഈ 1ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി എടുക്കുക. ആ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൻ്റെ ഇരട്ടി 2. ഏതക്കമാണോ തന്നിരിക്കുന്നത് 2ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ. 4 അങ്ങനെ തന്നിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടി എടുക്കുക. ഈ എടുത്ത ഇരട്ടിയെ 65ൽ നിന്ന് കുറയ്ക്കുക. ലാസ്റ്റ് അക്കത്തിൻ്റെ ഇരട്ടി എടുക്കുക. ആ ഇരട്ടിയെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക. ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 63 കിട്ടും. നമുക്കറിയാം 63 എന്ന് പറഞ്ഞാൽ 7ൻ്റെ അന്നേരം ഈ കിട്ടിയ സംഖ്യ. അപ്പോൾ നിയമത്തിലോട്ട് വരാം. നിയമം ഇതാണ്: സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. നമ്മൾ കുറച്ചു. അവസാന സംഖ്യയുടെ ഇരട്ടി എടുത്തു, ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ചു. ഇനി എന്നാ ചെയ്യണം? ഈ പ്രക്രിയ ഇനിയിപ്പോൾ വലിയൊരു സംഖ്യ തന്നെങ്കിൽ നിങ്ങളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കൂടിയ ഒരു സംഖ്യയാണ്, കുറേ അക്കങ്ങളുള്ള സംഖ്യയാണെങ്കിൽ പിന്നെ കിട്ടിയ സംഖ്യയുടെ അവസാനത്തിൻ്റെ അങ്ങനെ കുറച്ച് പോണേ. ഒത്തിരി ഒന്നും PSC ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വലിയൊരു സംഖ്യ തന്നിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഈ പ്രക്രിയ ആവർത്തിക്കുക. അപ്പോൾ അവസാനം കിട്ടുന്ന സംഖ്യ എന്തായിരിക്കണം? 1 0 ആയിരിക്കണം. പിന്നെ അല്ലെങ്കിൽ എന്തായിരിക്കും? 7ൻ്റെ ഗുണിതമായിരിക്കണം. 1 0 ആയിരിക്കണം, അല്ലെങ്കിൽ 7 7ൻ്റെ ഗുണിതമോ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ കിട്ടിയത് 63 7ൻ്റെ ഗുണിതമാണോ? 9 7 63 ആണല്ലേ? 9 7 63. അപ്പം ഈ സംഖ്യ എന്ത് ചെയ്യാം? 7 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും.
ഇനി ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. എക്സാമ്പിൾ ഞാൻ തരാം, നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കണം കേട്ടോ. 238 എന്നൊരു പറഞ്ഞ സംഖ്യ, 7 238 നമ്മൾ എടുത്തു. എന്താ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ പറഞ്ഞേ, എന്നാ ചെയ്യണോ? ഇവിടെ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് അക്കത്തിൻ്റെ ഇരട്ടി എടുക്കണം. ലാസ്റ്റ് അക്കം 8 8ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞത് 16. അതിനെ എന്ത് ചെയ്യുക? 23 കൊണ്ട് 23ന് 16 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 23ന് 16 പോകുമ്പോൾ എത്ര കിട്ടും? എത്ര? 7 കിട്ടും. അപ്പം ആൻസർ ഈ 238നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഒന്നുകൂടെ ഞാൻ ആ നിയമം പറയാം. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. അപ്പോൾ അവസാനം കിട്ടുന്ന സംഖ്യ 0 7 7ൻ്റെ ഗുണിതമോ ആയാൽ അതെന്തായിരിക്കും? ആ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് 8ൻ്റെ നോക്കിയേ. 8ൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ. 8നെ എടുത്തു. നമ്മൾ 4ൻ്റെ എന്തായിരുന്നു പറഞ്ഞത്? 4ൻ്റെ ഗുണിതം എന്താണ് പറഞ്ഞത്? 4ൻ്റെ ഗുണിതമല്ല, 4ൻ്റെ നിശേഷ ഹരണം. നമ്മൾ പറഞ്ഞായിരുന്നു അവസാനത്തെ രണ്ടക്കം 0 അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതമോ ആയിരിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലേ. ഇവിടെ എന്താ ശ്രദ്ധിക്കണ്ടേ? 8 കൊണ്ടുള്ള നിശേഷ ഹരണത്തിൽ സംഖ്യയുടെ, ഇപ്പം ഞാൻ പറയാം 9000 എന്ന് പറഞ്ഞ സംഖ്യ, അല്ലെ 8000 എന്ന് പറഞ്ഞ സംഖ്യ എടുത്തു. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 3 അക്കം എന്തായിരിക്കണം? 0 ആവുകയോ അല്ലെങ്കിൽ വേറെ അക്കങ്ങളാണ് തന്നെന്ന് വെച്ചോ. ഇപ്പം 9128 എന്ന് പറഞ്ഞൊരു അക്കം തന്നു. ഈ 128നെ 8 കൊണ്ട് ഹരിക്കാനോ പറ്റിയാൽ, മനസ്സിലായോ? അതായത് നിയമം ഇങ്ങനെയാണ്, നോക്കോ. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 3 അക്കം 0 ആയാലോ അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കത്തെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 8ൻ്റെ ഗുണിതമോ ആയാൽ 8നെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 8ൻ്റെ ഗുണിതമോ ആയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. സംഖ്യയുടെ അവസാനത്തെ 3 അക്കം 0 ആവുകയോ അല്ലെങ്കിൽ ആ 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 8ൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ എന്ത് ചെയ്യാം? ആ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. 4നാണെങ്കിൽ 2 0, 4ൻ്റെ ഗുണിതം. 8നാണെങ്കിൽ 3 0, 8ൻ്റെ ഗുണിതം. ഓക്കെ ആണോ? ഇനി നമുക്കേ 9ൻ്റെ നോക്കാം. 9 എളുപ്പമാണ്. 9 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ തുക 3ൻ്റെ പോലെ തന്നെ. തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക 9 9ൻ്റെ ഗുണിതമോ ആയാൽ മതി. ഇപ്പം നോക്കിയോ, ഒരു എക്സാമ്പിൾ നോക്കിക്കോണേ. 6400 64125. 6000 അല്ല കേട്ടോ, 64125. ഇതെന്ത് ചെയ്യണം? നമുക്കറിയാം 3 ചെയ്ത പോലെ തന്നെ 9 6 + 4 + 1 + 2 + 5. 6 4 10 1 11. 11 2 13 5 18 അല്ലേ? 18 എന്താണ്? 9 2 18. 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. 9 9ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യ എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഇനി നമുക്ക് നോക്കാം 10 കൊണ്ട്. 10 കൊണ്ടൊന്നും നോക്കാമില്ല. അവസാനത്തെ അക്കം 0 ആയാൽ മതി, ഒന്നും പറയേണ്ട കാര്യമില്ല. 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ എന്ത് ചെയ്യണം? അവസാനത്തെ അക്കം 0 ആയാൽ മതി. 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് 11. ഇമ്പോർട്ടൻ്റ് ആണ്. 7ഉം 8ഉം 11ഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4ഉം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. 11ൻ്റെ
നിശേഷ ഹരണം എങ്ങനെയാണ്? 11 എന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ നിശേഷം ഹരിക്കാൻ പറ്റും? ഇവിടെ ചെയ്യേണ്ടത്, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാവേ നമുക്ക് ആദ്യമേ. ഒരു സംഖ്യ 11ൻ്റെ ഗുണിതമാണോ എന്നറിയാനായിട്ട് ആ സംഖ്യയുടെ ഒന്നിടവിട്ട് വരുന്ന അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഓക്കെ, ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ, അത് അതിൻ്റെ ആൻസർ. അപ്പോൾ 0-ഓ 23ൻ്റെ അത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ പിടികിട്ടും. അപ്പോൾ 0-ഓ അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതമോ ഉത്തരമായി വന്നാൽ നമുക്ക് ആ 11നെ നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കാവേ. 7,89,778 എന്നുള്ളൊരു സംഖ്യ എടുക്കാം. ഇതിനെന്നാ ചെയ്യണമെന്ന് അറിയാം. 11 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് ഒന്നിടവിട്ട് ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന സംഖ്യയെ, ഓക്കെ, ഇത് ഒന്നിടവിട്ട് വേറൊരു കളർ എടുക്കാമല്ലേ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഒന്നിടവിട്ട സംഖ്യ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇവിടെ വരുമ്പം 7, 9, 7, 7 + 9 + 7 ആണല്ലോ. അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 23 എടുത്തു. ഇനി ഇവിടെ കണ്ടോ, 8 + 9 8 + 7, 7 അല്ലേ, 7 വായിക്കാം നമുക്ക്. 8 + 7, 7 + 8 ആണല്ലോ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് 8 × 8 = 16, 7 അതും 23 കിട്ടി. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 23 - 23 0. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ എഴുതാവേ. അതായത് ഒന്ന് മായിച്ചേക്കാം. ഇവിടെ ഇത്ര ഞാനങ്ങ് മായിച്ചു. ഇത് കിട്ടിയായിരുന്നല്ലോ അല്ലേ. 7, 8. അപ്പം ഇങ്ങനെ എടുക്കുക. ഓക്കെ, അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക. പിന്നെ ഇങ്ങനെ എടുക്കുക, അതിനെ നമ്മൾ ഇവിടെ എഴുതുക. ഇവിടുന്ന് കിട്ടുന്ന അക്കങ്ങളുടെ തുകയെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 11ൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ 0-ഓ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, ചെയ്യണേ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 6, 8, 4, 7, 9, 4. ഓക്കെ, എന്നാ ചെയ്യണ്ടേ? നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് 6, 4, 9 പ്ലസ് ഉണ്ട് കേട്ടോ, പ്ലസ് ഉണ്ട്. അതിനെ കൂട്ടുക. എത്ര കിട്ടും? 9, 4, 12, 6, 6, 4, 10 ഒന്നും 6, 4, 10, 9, 19 വരും. 6, 4, 10, 9, 4 ഒന്ന് കൂട്ടണ്ട. 6, 4, 10, 9, 19 വന്നു. ഇനി നമുക്ക് മേളിൽ നിന്ന് എടുക്കാം, വേറൊരു കളർ എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. 8 + 7 + 4, 7, 4, 11, 8, 19 ആണല്ലോ. ഇനി ഈ 19 - 19, 19 - 19 പറഞ്ഞാൽ എന്താണ്? 0 ആണല്ലേ, 0 ആൻസർ. അപ്പോൾ എന്താണ്? ആ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. 2ൻ്റെ നിശേഷഹരണം 2 എന്ത് ചെയ്യണം? അവസാനത്തെ സംഖ്യ 0, 2, 4, 6, 8 ആയിരിക്കണം. 3ൻ്റെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 3-ഓ 3ൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. 4 എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്കം 0 അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതം. 5 എന്ന് പറയുന്നത് അവസാനത്തെ അക്കം 1 അല്ലേ 0 ആയിരിക്കണം, അല്ലേ 5 ആയിരിക്കണം. 6 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കണം,
പിന്നെ 6ൻ്റെ ഇരട്ട സംഖ്യ ആയിരിക്കണം, 3ൻ്റെ ഗുണിതവും ആയിരിക്കണം. 7ൻ്റെ എങ്ങനെയാണ് പറഞ്ഞത്? തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി ബാക്കി സംഖ്യയിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ അത് ആവർത്തിക്കുക. അത് പിന്നെ എന്തായിരിക്കണം? അതിൻ്റെ ആവർത്തിക്കുമ്പോൾ അവസാനം വരുന്നത് ഒന്നല്ലേ 0 അല്ലെങ്കിൽ 7 7ൻ്റെ ഗുണിതമോ ആയിരിക്കണം. 8ൻ്റെ എന്നാ പറഞ്ഞത്? 8ൻ്റെ അവസാനത്തെ ഒന്നല്ലേ 3 0 ആയിരിക്കണം, 8ൻ്റെ ഗുണിതമായിരിക്കണം. 9 എന്താ പറഞ്ഞേ? 9 എന്ന് പറഞ്ഞാൽ 9 അക്കങ്ങളുടെ തുക 9 9ൻ്റെ ഗുണിതമോ ആയിരിക്കണം. പിന്നെ 10 എന്ന് പറഞ്ഞാൽ 10ൻ്റെ അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 0 10 ആണ്. 11 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 11ൻ്റെ ഇടവിട്ട സംഖ്യകളുടെ തുക തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നല്ലേ 0 11 11ൻ്റെ ഗുണിതമോ ആയിരിക്കണം. അന്നേരം നമ്മൾ ആ ടോപ്പിക്ക് ഈ ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്